ഏതൊരു മനുഷ്യനും ഏറെ കൊതിയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് തന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന നിമിഷം. നമ്മെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 11 മാസക്കാലമായി നാം കാത്തിരുന്ന പുണ്യദിനങ്ങൾ നമ്മിലേക്ക് കടന്നുവരികയാണ്. വിശുദ്ധ റമദാനിന്റെ ആദ്യ രാത്രി. ഈ രാത്രിയിൽ പ്രപഞ്ചത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് നാം ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ലെങ്കിലും അദൃശ്യലോകത്ത് വലിയ അത്ഭുതങ്ങളാണ് ഈ രാത്രിയിൽ നടക്കുന്നത്. നാം കാണുന്നില്ല എന്നതുകൊണ്ട് ഒന്നിനെയും നിഷേധിക്കാൻ പാടില്ല. ഒരു മയ്യത്തിനെ ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ നാം കേൾക്കാറില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസ്മഉ സൗതുഹ കുല്ലു ഷൈഇൻ ഇല്ല സഖലൈൻ ഫലൗ സമിഅഹൽ ഇൻസാൻ ലസുഇക്. മനുഷ്യനും ജിന്നുമൊഴികെ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും ആ ശബ്ദം കേൾക്കുന്നു. മനുഷ്യനത് കേട്ടിരുന്നെങ്കിൽ ബോധരഹിതനായി വീണുപോകുമായിരുന്നു. ഇതുപോലെ തന്നെയാണ് റമദാനിന്റെ ആദ്യ രാത്രിയിൽ ആകാശഭൂമികളിൽ സംഭവിക്കുന്ന കാര്യങ്ങളും. റമദാനിലെ ആദ്യ രാത്രിയായാൽ അല്ലാഹു തന്റെ സൃഷ്ടികളിലേക്ക് പ്രത്യേകമായി നോക്കുന്നു. ഹദീസിൽ ഇപ്രകാരം കാണാം, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ നളറല്ലാഹു അസ്സവജല്ല ഇലാ ഖൽഖിഹി ഇദാ നളറല്ലാഹു ഇലാ അബ്ദിൻ ലം യുഅദ്ദിബ്ഹു അബദൻ വല്ലാഹു ലികുല്ലി ലൈലത്തിൻ അൽഫു അൽഫി അതീഖിൻ മിനന്നാർ. അല്ലാഹു തന്റെ സൃഷ്ടികളിലേക്ക് കരുണയോടെ നോക്കുന്നു. അല്ലാഹു ഒരു ദാസനെ നോക്കിയാൽ പിന്നെ അവനെ ഒരിക്കലും ശിക്ഷിക്കുകയില്ല. കൂടാതെ ഓരോ രാത്രിയിലും ലക്ഷക്കണക്കിന് ആളുകളെ അല്ലാഹു നരകമോചിതരാക്കുന്നു. ഈ രാത്രിയിൽ സ്വർഗം അത്യന്തം മനോഹരമായി അലങ്കരിക്കപ്പെടുന്നു. സ്വർഗം അല്ലാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, അല്ലാഹുമ്മ ജഅൽ ലനാ ഫീ ഹാദ ശഹരി മിൻ ഇബാദിക സുക്കാനൻ. അല്ലാഹുവേ, ഈ മാസത്തിൽ നിന്റെ ദാസന്മാരിൽ നിന്നും ഞങ്ങളിൽ വസിക്കുന്നവരെ നിശ്ചയിക്കണമേ. മറ്റൊരു ഹദീസിൽ ഇപ്രകാരം കാണാം, ഇന്നൽ ജന്നത്തല്ല തുസയ്യനു മിനൽ ഹൗലി ഇലൽ ഹൗലി ലിദുഖൂലി ശഹ്രി റമദാൻ. റമദാൻ പ്രവേശിക്കുന്നതിനായി ഒരു വർഷം മുതൽ അടുത്ത വർഷം വരെ സ്വർഗം അലങ്കരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. റമദാൻ ആദ്യ രാത്രിയായാൽ അർശിന് താഴെ നിന്ന് മുദീറ എന്ന കാറ്റ് വീശുകയും സ്വർഗത്തിലെ മരങ്ങൾ പരസ്പരം തഴുകി മനോഹരമായ ശബ്ദം പുറപ്പെടുവിക്കുകയും ചെയ്യും. ഈ സമയം സ്വർഗത്തിലെ ഹൂറികളായ സ്ത്രീകൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, അല്ലാഹുവേ, ഈ മാസത്തിൽ നിന്റെ ദാസന്മാരിൽ നിന്നും ഞങ്ങൾക്ക് ഇണകളെ നൽകണമേ. അവർ മലക്കുകളുടെ തലവൻ റിദ്വാൻ അലൈഹിനോട് ചോദിക്കുന്നു, ഇതെങ്ങനെയുള്ള രാത്രിയാണ്? അപ്പോൾ അദ്ദേഹം മറുപടി നൽകും, ഇത് റമദാനിലെ ആദ്യ രാത്രിയാണ്. നോമ്പുകാർക്കു വേണ്ടി സ്വർഗവാതിലുകൾ തുറക്കപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അർശിനെ വഹിക്കുന്ന മലക്കുകളോട് കൽപ്പിക്കുന്നത് നോക്കൂ, യാ മൂസബ്നു ഇമ്രാൻ ഇന്നി ആമുറു ഹമലത്തൽ അർഷി ഐ യുംസിക്കു അനിൽ ഇബാദതി ഇദാ ദഖല റമളാൻ വ ഐ യഖൂനു കുല്ലമാ ദഅ സാഹിബു റമളാന ആമീൻ ഫഇന്നി ആലൈതു അലാ നഫ്സി അല്ലാ അറുദ്ദ ദഅവത സായിമി റമളാൻ. അല്ലാഹു മൂസാ നബിയോട് പറഞ്ഞു, ഞാൻ അർശിനെ വഹിക്കുന്ന മലക്കുകളോട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്തുകൾ നിർത്തിവെച്ച് റമളാൻ നോമ്പുകാരുടെ ദുആക്ക് ആമീൻ പറയാൻ കൽപ്പിച്ചിരിക്കുന്നു. നോമ്പുകാരന്റെ പ്രാർത്ഥനകൾ ഞാൻ തള്ളിക്കളയുകയില്ലെന്ന് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു. അല്ലാഹുവിന്റെ ഭാഗത്തുനിന്ന് സ്വർഗവാതിലുകൾ തുറക്കപ്പെടുമ്പോൾ നമ്മളും ചിലത് തുറക്കേണ്ടതുണ്ട്. നമ്മുടെ കൽബും പാവങ്ങൾക്കായി നമ്മുടെ പണപ്പെട്ടിയും മുസ്ഹഫും നാം തുറക്കണം. അതുപോലെ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് അലൈഹിവോട് അല്ലാഹു കൽപ്പിക്കുന്നു, യാ മാലിക്കു ഇഗ്ലിക് അബ്വാബൽ ജഹീമി അനിസ്വാഇമീന മിൻ ഉമ്മത്തി മുഹമ്മദ്. മാലിക്കെ, മുഹമ്മദ് നബിയുടെ ഉമ്മത്തിലെ നോമ്പുകാർക്കു വേണ്ടി നരകവാതിലുകൾ അടച്ചുവെക്കുക. നരകവാതിൽ അടയ്ക്കുന്നതുപോലെ നാമും നമ്മുടെ തിന്മയുടെ വാതിലുകൾ അടയ്ക്കണം. ഒന്നാമതായി നമ്മുടെ വായയെ അടയ്ക്കണം. പരദൂഷണത്തിൽ നിന്നും അനാവശ്യങ്ങളിൽ നിന്നും നാവുകളെ പിടിച്ചുവെക്കണം. കണ്ണുകളെയും കൈകളെയും ഹറാമിൽ നിന്നും അടച്ചുവെക്കണം. ഈ രാത്രിയിൽ പിശാചുക്കളെയും അല്ലാഹു ബന്ധിക്കുന്നു. ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ സുഫിദത്തി ശയാതീനു വ മരദത്തുൽ ജിൻ. ആകാശലോകത്ത് ഇങ്ങനെ ഒരു വിളംബരം നടക്കും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വ ബാഗിയശ് ശരി അഖ്സിർ വലില്ലാഹി ഉതഖാഉ മിനന്നാർ. നന്മ ആഗ്രഹിക്കുന്നവനെ നീ മുന്നോട്ടു വരൂ, തിന്മ ആഗ്രഹിക്കുന്നവനെ നീ അത് നിർത്തിവെക്കൂ. നരകമോചിതരായ ധാരാളം പേർ ഈ രാത്രിയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, റമദാൻ ആദ്യ രാത്രിയിൽ പ്രവാചകൻ ഖിബിലയിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം വൽ ആഫിയത്തി വർ റിസ്ഖിൽ ഹസൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ മാസത്തെ നിർഭയത്വവും ഈമാനും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. അദ്ദേഹം വീണ്ടും പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ അത്ലിക് കുല്ല അസീരിൻ വ അഅതി കുല്ല സായിലിൻ. അല്ലാഹുവേ, പ്രയാസമനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകുകയും ചോദിക്കുന്നവർക്ക് നൽകുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഉപദേശിച്ചു, ഷഹറു ബറക്കത്തിൻ യഗ്ഷാകുമുല്ലാഹു ഫീഹി ഫയുനസ്സിലു റഹ്മത വയഹുത്തുൽ ഖതായ വയസ്തജീബു ഫീഹി ദുആ. റമദാൻ ബറക്കത്തിന്റെ മാസമാണ്. അല്ലാഹു നിങ്ങളെ പൊതിയുകയും കാരുണ്യം വർഷിക്കുകയും പാപങ്ങൾ മായ്ച്ചുകളയുകയും പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യും. ഈ പാപമോചനം ലഭിക്കുന്നവരിൽ ഒരാളെപ്പോലും അല്ലാഹു ഒഴിവാക്കുകയില്ല.
അല്ലാഹുമ്മ ആതി കുല്ല മുംസിക്കിൻ തലഫിൻ വ ആതി കുല്ല മുൻഫിഖിൻ ഹലഫിൻ. ചെലവഴിക്കുന്നവന് പകരം നൽകാനും പിശുക്ക് കാണിക്കുന്നവന് നാശം നൽകാനും ആകാശലോകത്ത് മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് റമദാനിൽ ധാരാളം സ്വതക്ക ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു സ്വതക്കത്തി സ്വതക്കത്തു റമദാൻ. ഏറ്റവും ശ്രേഷ്ഠമായ ദാനം റമദാനിലെ ദാനമാണ്. ആകാശലോകത്ത് ഇത്രയേറെ മാറ്റങ്ങൾ നടക്കുമ്പോൾ ഭൂമിയിൽ നമ്മളും മാറണം. സ്വർഗം അലങ്കരിക്കപ്പെടുന്നതുപോലെ ഇബാദത്തുകൾ കൊണ്ട് നമ്മുടെ വീടുകൾ അലങ്കരിക്കണം. നരകവാതിൽ അടയ്ക്കുന്നതുപോലെ ടിവിയും മൊബൈലും നാം അനാവശ്യങ്ങളിൽ നിന്നും അടച്ചുവെക്കണം. ആദ്യ രാത്രി മനോഹരമാക്കിയാലേ അവസാനം വരെ മനോഹരമായി കൊണ്ടുപോകാൻ സാധിക്കൂ. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. റമദാനിലെ എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ ആമീൻ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.